സർവം മായ. നമ്മുടെ തിരിച്ചുവരവ് മോൻ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് പടം സർവം മായ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിവിൻ പോളി ഇസ് ബാക്ക്. സോ എവിടെ നോക്കിയാല് നിവിൻ പോളി മാനിയ, നിവിൻ പോളി ക്രേസ് അതന്നെയാണ് ഇപ്പൊ കാണാനുള്ളത്. ബോക്സ് ഓഫീസ് ആയാലും ബുക്ക് മൈ ഷോ ആയാലും ലാലേട്ടിന് ശേഷം സ്ലീപ്പർ സെൽ ഫാൻസ് ഏറ്റവും കൂടുതലുള്ള നിവിൻ പോളിക്കാണ്. പടം ക്ലിക്കായി എന്ന് പറഞ്ഞാൽ അവരിറങ്ങും. ബിക്കോസ് എവ്രിബഡി ലവ്സ് നിവിൻ പോളി. എന്റെ ഒരു അറിവിൽ അങ്ങേർക്ക് ഹേറ്റേഴ്സ് ഒന്നുമില്ല. നോ ബഡി ഹേറ്റ്സ് ഹിം. ഇൻ വൺ വേ ഓർ അതർ നമ്മൾ എല്ലാവരും നിവിൻ പോളി ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചായിട്ട് ആളുടെ സിനിമകളിൽ ഒരു ചാം മിസ്സിംഗ് ആയിരുന്നു. എന്നാ ഈ സിനിമയിൽ അങ്ങേരെ പ്രസന്റ് ചെയ്ത രീതി എന്റെ മോനെ എജ്ജാതി കിഡു ലുക്ക്. കിഡു പറഞ്ഞാൽ വൺ കിഡു ലുക്ക്. ആ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരുമ്പോ ഒരു ഐശ്വര്യം ഉണ്ട് പെട്ട. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ്, നിവിൻ പോളി അലറി വിളിക്കില്ല. നിവിൻ പോളി സട്ടിലായിട്ട് പെർഫോം ചെയ്തു. കുറെ ഇമോഷണൽ സീൻ ഉണ്ട്. അമ്മയെ പറ്റി പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഒരു കൊളക്കടവിൽ എന്തോ വെച്ചിട്ട്. ആള് പറയുമ്പോ ഭയങ്കര സട്ടിലായിട്ട് പറയും, പക്ഷെ അത് കൊള്ളേണ്ട അടുത്ത് കൊള്ളും. അജാതി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ആളുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, എന്ത് രസമായിരുന്നു എന്ന് അറിയോ. സോ ഈ സിനിമ കാണാൻ പോണവരാണെങ്കിൽ ഗോ വിത്ത് എൻ എംപ്റ്റി മൈൻഡ്. നിങ്ങൾ വൻ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ആസ്വദിക്കാൻ പറ്റില്ല. ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയാൽ ഇതൊരു ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഫിലിമാണ്. ആൻഡ് ഈ സിനിമയുടെ സോൾ, ഈ സിനിമയുടെ ലൈഫ്, ഈ സിനിമയുടെ ബാക്ക് ബോൺ ദെലുല്ലു, നമ്മുടെ റിയ ഷിബുവിന്റെ ക്യാരക്ടർ. എജാതി പെർഫോമൻസ്. ഒന്ന് അങ്കിടോ ഒന്ന് ഇങ്കിടോ മാറിയ പോയി കയ്യിന്ന് പോയി ക്രിഞ്ച് മെഗാ പ്രോമാക്സ് ആയേനെ. എന്നാ കൊച്ചു പെർഫോം ചെയ്തിട്ടുണ്ട് കിടു. അത്രയും നാച്ചുറൽ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആ കൊച്ചു ചിരിച്ചാ നമ്മൾ ചിരിക്കും, ആ കൊച്ചു കരഞ്ഞാ നമ്മൾ കരയും. ആ ഒരു അവസ്ഥയാണ്. കിടു പെർഫോമൻസ് ആയിരുന്നു. മാക്സിമം ഈ സിനിമ എലവേറ്റ് ചെയ്യാൻ ആ കൊച്ചു ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് 100% ആളതിൽ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. സോ വല്ലപ്പോഴും എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഉണ്ടായിരുന്നേൽ ആ ഒരു തോട്ട് വരുള്ളൂ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കത് തോന്നി, കഴിയേണ്ടിയിരുന്നില്ല തോന്നി. സർവമായ നിങ്ങളെ ചിരിപ്പിക്കും, പൊട്ടിച്ചിരിപ്പിക്കും, കണ്ണ് നിറയിപ്പിക്കും, കരയിപ്പിക്കും. ഇതാണ് സർവമായ. സോ എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻസ് ഉണ്ട്. അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പേഴ്സണലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീനായിരുന്നു. ആൻഡ് ഇതില് നിവിൻ പോളി അലമാറ തുറക്കുന്ന സീൻ ഉണ്ട്. അമ്മയുടെ സാരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അലമാറ. അത് കണ്ടപ്പോ ലിറ്ററലി മൈ ഐസ് ഗോട്ട് വാട്ടറി. ഞാൻ അറിയാതെ തന്നെ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ആൻഡ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എത്തിയപ്പോ അതെനിക്ക് ഭയങ്കര സഫക്കേറ്റിംഗ് ആയിട്ടാ തോന്നിയത്. അത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന തിയേറ്റർ കംപ്ലീറ്റ് സൈലന്റ് ആയി. ഇതൊരു ഹൊറർ പടം അല്ല, ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി വിത്ത് എ ഗോസ്റ്റ്. അതും ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ഗോസ്റ്റ്. ഷീ ഈസ് ഗോയിങ് ടു സ്റ്റീൽ യുവർ ഹാർട്ട്. പക്ഷേ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീൻ ഉണ്ട്. അത് കണ്ടപ്പോ തിയേറ്റർ ഫുള്ള് മരിച്ച അവസ്ഥയായിരുന്നു. അത് എനിക്ക് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലെ സിനിമ കണ്ടതാണ്, സ്റ്റിൽ ഞാൻ ആ ഒരു ലൂപ്പിൽ പെട്ട അവസ്ഥയാണ്. ചില സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് കരയാൻ പറ്റില്ല, അത് ഭയങ്കര സഫക്കേറ്റിംഗ് ആയി തോന്നും. അങ്ങനത്തെ ഒരു എൻഡിങ് ആണ് ഈ പടത്തിന്. ആൻഡ് നമ്മൾ ഇതിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവരി വൺ ഒരാള് പോലും വെറുപ്പിച്ചിട്ടില്ല, ഇൻക്ലൂഡിങ് ആ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, കിഡു ആയിരുന്നു. അജു വർഗീസ്, നിവിൻ പോളി, അജു വർഗീസ്, അതൊരു ഒന്നൊന്നര കോംബോ ആണ്. കുറെ ആയിട്ട് അവര് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ദേ ആർ ബാക്ക്. സോ അജു വർഗീസ് ഒരു കോമഡി നടനല്ല. ഇപ്പോ ആളുടെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഹീസ് എ കിഡു പെർഫോമർ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറന്തപ്പോ, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു തമിഴ് സിനിമയാണ്. അതില് അഞ്ജലിയും അജു വർഗീസും തമ്മിൽ ചില പോർഷൻസ് ഉണ്ട്, എന്നോ ഫീലാന്ന് അറിയോ. അത്രയും ലൈഫുള്ള സീൻസ് ആണ്. എനിക്ക് അത് കണ്ടപ്പോ ഒരു സ്പിൻ ഓഫ് വേണം തോന്നി. ഇവരെങ്ങനെ കണ്ടുമുട്ടി, ഇവരുടെ റൊമാൻസ്, ഇവരുടെ ലൈഫ്, അത്രയും കിടു ക്യാരക്ടർ ആയിരുന്നു. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, എക്സ്ട്രീം ലെവൽ വില്ലനിസം. ഇതൊക്കെ വേറെ ആര് ചെയ്യും? അജു വർഗീസ് ചെയ്യും. പിന്നെ കേരള ക്രൈം ഫയൽസ്, എല്ലാത്തിലും അങ്ങനെ കിഡു പെർഫോമൻസ് ആണ്. ആൻഡ് ഇപ്പോഴും കിഡു തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഹൃദയപൂർവ്വം റെഫറൻസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. ആ ഹൃദയപൂർവ്വത്തിൽ ഒരു ചേച്ചി ഉണ്ട്, തുളസി. ആളുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്കൊരു സിമ്പതിയാ തോന്നുക, ഒരു അറ്റാച്ച്മെന്റ് തോന്നുക. അതാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ. ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ട്, അത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സി, മേക്കിംഗ് ഫീൽ ഗുഡ് മൂവീസ് ഇസ്ന്റ് എ ഈസി ടാസ്ക്. പലരും പറയുന്നുണ്ട് ഫീൽ ഗുഡ് മൂവീസ് അല്ലേ എളുപ്പം, അതിൽ തന്നെ അവര് കൊണ്ടുവരുന്ന ഹൊററാണ്. അത് അത്ര എളുപ്പമുള്ള പണിയല്ല. ലൈഫ് ഇല്ലെങ്കിൽ, ഇമോഷണൽ സീൻസ് കണക്ട് ആയില്ലെങ്കിൽ അവിടെ തീർന്നു പടം.
ആൻഡ് താങ്ക്സ് ടു അഖിൽ സത്യം എന്നേ പറയാനുള്ളൂ. നല്ലൊരു സിനിമ, സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ ഗോ വിത്ത് വെരി ലെസ് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ കൂടുന്തോറും ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. എക്സ്പെക്ടേഷൻ കൂടുന്തോറും പടം ഇഷ്ടമാവാനുള്ള ചാൻസ് കുറയും. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ.